ഗുരു ഉള്ളംകൈയിൽ കെട്ടിത്തന്ന മറ്റൊരു അതിശയമാണ് സർവമത സമ്മേളനം. ലോക സർവമത സമ്മേളനം വണ്ടർഫുൾ. ഗുരുവിന്റെ മനസ്സ് റോക്കറ്റ് പോലെ പറന്നുയർന്നു. 1924 മാർച്ച് 3-4 തീയതികളിലായിരുന്നു സർവമത സമ്മേളനം. പിന്നെ 1893 ചിക്കാഗോയിലായിരുന്നു ആദ്യത്തെ ലോക സർവമത സമ്മേളനം. അത് കഴിഞ്ഞ് 30 വർഷം കഴിയുമ്പോൾ ഗുരുദേവൻ ആലുവയിലൊരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. സിലോണൊഴികെ മറ്റൊരിടത്തും പോയിട്ടില്ലാത്ത ഗുരുവിന്റെ ലോക സന്ദർശനം. മഹാത്മാക്കൾ അങ്ങനെയാണ്. നമ്മുടെ വീടിന്റെ പൂമുഖം പോലെയാണ് അവർക്ക് ഭൂഗോളം തന്നെ. എങ്ങനെയായിരുന്നു ആ സമ്മേളനം? അദ്വൈതാശ്രമത്തിന് പടിഞ്ഞാറ് പെരിയാറിന് അഭിമുഖമായി വിശാലമായിട്ടൊരു പന്തൽ. വാദിക്കാനും ജയിക്കാനും ഒന്നുമല്ല, അറിയാനും അറിയിക്കാനും എന്നായിരുന്നു സന്ദേശം. ലോകത്തെ എല്ലാ മതനേതാക്കളും പങ്കെടുത്തു. ചൈതന്യസ്വാമികളായിരുന്നു സ്വാഗതം. കൃതജ്ഞത പറഞ്ഞത് കേരള കൗമുദി പത്രാധിപർ CV കുഞ്ഞിരാമനും. അപ്പോൾ ഗുരുവിന്റെ റോൾ ഹീറോ. നമ്മുടെ കഥയിൽ പകരം വെക്കാൻ ആളില്ലാത്ത നെടുനായകത്വം. യെസ്, ഹീറോ, അവതാര പുരുഷൻ. മഹാഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മെ ഒരു അവതാരമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ അവതാരത്തിന്റെ ലക്ഷ്യം ജാതി വ്യത്യാസം ഇല്ലാതാക്കലാണ്. ആയിരങ്ങളേകകണ്ഠമായി മൊഴിഞ്ഞു വന്നിടുന്നു സർവവ്യാപിയ മഹാഗുരു. ആശയങ്ങളാഴികൾക്ക് തുല്യമായി പറഞ്ഞു തന്ന ജ്ഞാനദായകൻ മഹാഗുരു. മഹാഗുരു 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 മഹാഗുരു. ഇരുളിലാണ്ടു വീണുപോയ ജീവിതങ്ങളിൽ സൂര്യശോഭയായി മഹാഗുരു. കഠിനമായ വേദസാരമന്ത്രമാകവേ സരളമാക്കി മഹാഗുരു. ജാതി ചിന്തകൾ ദൂരെ മാറ്റിയ കർമ്മധീരന മഹാഗുരു. സ്നേഹസാന്ദ്രമാം ഭാഷണങ്ങളാൽ ശാന്തിക്ക് ശ്രീ മഹാഗുരു. നിരന്തരം നിരാമയൻ നീയേ. മഹാഗുരു 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 മഹാഗുരു. ഭഗവാൻ ശ്രീനാരായണ പരമഹംസൻ ചിരന്തനമായ തപസ്സും നിത്യമായ ബ്രഹ്മചര്യവും അനുഷ്ഠിച്ച് ആധ്യാത്മ തത്വചിന്തകളിൽ ദത്തബുദ്ധിയായി കേരളീയ ജനതാമധ്യത്തിൽ സുജീവിതം നയിച്ചു വരുന്ന ഒരു അത്യുത്തമനായ മതോപദേഷ്ടാവെന്നുള്ള വിവരം സർവസമ്മതമാണല്ലോ. മനസ്സിനോട് പദ്യരൂപവും പ്രാർത്ഥനാരൂപവുമായി ഇങ്ങനെ അരുളി ചെയ്യുന്നു: പലമതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട് അലയാതമർന്നീടേണം. പലമതസാരവുമേകമെന്നു പാരാതുലകിൽ ഒരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവതു കണ്ടലയാതമർന്നിടേണം. എല്ലാ മതങ്ങളുടെയും രമോദേശം ഒന്നാണെന്നും ഭിന്നമതാനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ലെന്നും ഈ മതമഹാസമ്മേളനത്തിൽ നടന്ന പ്രസംഗങ്ങൾ വെളിപ്പെടുത്തുന്നതിനാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ വിചാരിക്കുന്ന
മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ തൃപ്തികരമായ നടത്തിപ്പിന് 5 ലക്ഷം രൂപ പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിന് എല്ലാവരും സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ലങ്ക ബുദ്ധന്റെ ശാന്തിയിലും അലകടലിന്റെ ഭംഗിയും ചേർന്ന ആലില ദ്വീപ്. കൊളംബോ നഗരം വീണ്ടും നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നു. കൊളംബിലേക്കുള്ള 2ാം യാത്ര മനസ്സിനെ വല്ലാതെ വലിച്ചടിപ്പിക്കുന്ന ദ്വീപ്. സ്നേഹസമ്പന്നരായ ജനങ്ങൾ, അവർക്കൊപ്പം ശിഷ്ടകാലം കഴിഞ്ഞാലോ എന്ന് പോലും ആഗ്രഹിക്കുന്നു. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. അല്പം കഴിഞ്ഞാൽ ഇവിടം ജനസമുദ്രമാകുമെന്ന സംഘാടകർ പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷമാ സ്വാമിക്ക് സ്വീകരണവും ഘോഷയാത്രയും അല്ലേ? ഇവര് നല്ല ഹൃദയമുള്ള സാധുക്കളാ. അവർക്ക് സന്തോഷവും സംതൃപ്തിയും കിട്ടുമെങ്കിൽ ആകട്ടെ. சிங்களர், தமிழர், மலையாளிங்க எல்லாருமே பாத பூஜை செய்யறதுக்கு கூட்டத்தோட காத்துக்கொண்டே இருக்கிறார்கள். കടൽക്കാറ്റിന് എപ്പോഴും കരയിലായിരിക്കും ഊഷ്മളമായ വരവേൽപ്പ്. കടലുപ്പിന്റെ വില കടലിലല്ല, കരയില. തമിഴരുടെ സ്നേഹത്തിനുമുണ്ട് ഒരു വാസന. രാമേശത്തിലിരുന്ന് പോക വേണമെന്ന് സ്വാമി അവസരമാ മുടിവെടുത്തേ. രാമേശ്വരത്ത് 1-2 മാസം താമസിക്കാൻ സ്വാമി ആഗ്രഹിച്ചിരുന്നതാണ്. ശ്രീരാമൻ പൂജിച്ച ശിവലിംഗമല്ലേ രാമേശ്വരന്റെ ചൈതന്യം. അതൊന്ന് വേറെ തന്നെ. வைக்கத்து நடந்த உண்ணாவிரதத்தை பற்றிய வார்த்தைகள் ராமேஸ்வரத்தும் வந்து சேர்ந்தது. அதன் பிறகுதான் கலெக்டரின் உத்தரவு வந்தது. தீண்டதாகாமை அந்த நாராயண குருசாமி வந்துட்டு இருக்கு. கோயிலுக்குள்ள போகிறது கவனத்தோட போக வேணும். அந்த ராமநாதபுரம் கலெக்டரோட இந்த உத்தரவு എങ്ങളെയെല്ലാം സങ്കടപ്പെട വെയ്ത്തത്. കടന്നൽ കുത്തുവെന്ന് കരുതി കാറ്റടിക്കാതിരിക്കോ? കരിമ്പാറകൾ തടഞ്ഞാലും പുഴ ഒഴുകുന്നില്ലേ? കാലവും കർമ്മവും അങ്ങനെയാണ്. സത്യവും ധർമ്മവും ചില നേരങ്ങളില് തെരിയാമൽ പോകരുത്. അത് ലോകാരംഭം മുതലേ അങ്ങനെ തന്നെ. പുഷ്പവൃഷ്ടി പോലും സമയം കഴിയുമ്പോൾ ചീഞ്ഞു തുടങ്ങും. മണം പിടിച്ച് നിന്നവർ തന്നെ തള്ളിപ്പറയാൻ തുടങ്ങും. സ്വാമി, സ്വാമിക്ക് എന്നെ തെരിയില്ലയാ? സ്വാമി, ഞാനും ഉങ്ങളുടെ ശിഷ്യന്താ. എന്താണ് ദീക്ഷാനാമം? കന്ദസ്വാമി. സ്വാമി, എന്നെ ഉങ്ങൾക്ക് നിലവില്ലയാ? കന്ദസ്വാമിയെ നാം കണ്ടിട്ടില്ലല്ലോ. ഉങ്ങളുടെ ശിഷ്യരാകൃതക്ക് ആസൈപ്പെട്ട കാതർ ഞാൻ. നമുക്ക് ഖാദറിനെ നന്നായി അറിയാം, കന്ദസ്വാമിയെ അറിയില്ല. ഞാൻ ഉങ്ക മേലിരുന്ന് അതിഭക്തിയിലെത്താൻ ഇപ്പിടി സെഞ്ചത്. ഈശ്വര പൂജയ്ക്ക്
മതവും വേഷവും ഒന്നും മാറേണ്ടതില്ല. വേഷത്തിലോ ഭൂഷത്തിലോ മാറ്റം വന്ന നമ്മെ ഉൾക്കൊണ്ടത് വെറുതെ ആവില്ലേ? വേഷത്തിലല്ല, മനസ്സിലാണ് മാറ്റം വരേണ്ടത്. മനുഷ്യരെല്ലാം ആത്മസഹോദരന്മാരാണ്. നാം പോകുന്നിടം ഈ സോദരത്വത്തിന്റെ ഒരു മാതൃകാ സ്ഥാനമായി മാറണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് നാം മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഈ ലോകം മുഴുവൻ ആത്മസഹോദരർ നിറയുന്ന ഒരു കുടുംബം ആവുക. അതിന് ഓരോരുത്തരും പ്രവർത്തിക്കണം. ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി. ിൽ നാം ആദ്യമായി വന്നു. 8 വർഷത്തിന് ശേഷം വീണ്ടും വന്നപ്പോ കാരുണ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയെത്ര സംഘടനകൾ, എണ്ണമറ്റ പ്രവർത്തനങ്ങൾ. Swami, you should come here again. We are eagerly awaiting for your next arrival with prayers in our heart. எனக்கு மன்னிப்பு கொடுங்க சுவாமி. எனக்கு அறிவில்லை. அதுமல்லாம என்னோட அவசர புத்தியால எனக்கு നേർവഴി നടക്കാൻ முடியலை. പതറാതെ നീങ്ങിയാ മതി, നേർവഴി തെളിഞ്ഞോളും. சுவாமி, இந்த ஊரு இப்போதும் ராமனுக்காக எதிர்பார்த்து கொண்டிருக்கிறது. அப்படியே சுவாமியும் காத்துக்கிட்டு இருக்கும். കടൽ നമ്മെ വിളിക്കുന്നു പുതിയ കരയിലേക്ക്. മഹാത്മാഗാന്ധി ഗുരുവിനെ കാണാൻ എത്തിയല്ലേ? അതും ഒരു ചരിത്ര നിമിഷം. ഗാന്ധിജി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം നയിച്ചു. വലിയൊരു വിഭാഗം ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, അക്ഷരജ്ഞാനത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു ഗുരുവിന്റെ സഹന സമരവും. ഇരുവരും അഹിംസയ്ക്കും ശാന്തിക്കും മുൻതൂക്കം കൊടുത്തു. എപ്പോഴാണ് ഗാന്ധിജി ശിവഗിരിയിലെത്തുന്നത്? 1925 മാർച്ച് 12-നാണ് ഗാന്ധിജി ഗുരുവിനെ കാണാൻ ശിവഗിരിയിലെത്തുന്നത്. 2 മഹാത്മാക്കളുടെ സന്ദർശനം ദേ ഈ മാവിൻ ചുവട്ടിൽ ഇവിടെ. എക്കാലം ഓർമ്മിക്കുന്ന ഒരു നിമിഷം അല്ലേ? ശിവഗിരിയിലെ ഓരോ ദിവസവും തുടങ്ങുന്നത് ഈ പർണശാലയിലെ ഹോമത്തിലൂടെയാണ്. ജാതി മേൽക്കോയ്മയെക്കുറിച്ചുള്ള മഹാത്മാഗാന്ധിയുടെ സംശയങ്ങൾക്ക് ഗുരു മറുപടി നൽകിയത് ഇവിടെ. ഈ മാവിന്റെ ഇലകൾക്കും കഥ പറയാനുണ്ടാവും. ഗാന്ധിജിയുടെ വരവ് ഒരു ആഘോഷമായിരുന്നിരിക്കും. അതെ, ഭാരതമുറ്റുനോക്കുന്ന മഹാത്മാവ് ഗാന്ധിജിയും
ആത്മീയ സൂര്യൻ ശ്രീ നാരായണ ഗുരുദേവനുമായുള്ള കൂടിക്കാഴ്ച. History. People without the knowledge of their past, history, origin, and culture. It's like a tree without roots. Absolutely. And this meeting became a real history. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നിഭവാദിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദവും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതുമൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. Who has composed this? ഇതാരാ രചിച്ചതെന്നാ? കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നാം രചിച്ചതാ. ഗുരുജി കമ്പോസ് ദിസ് ഫോർ ചിൽഡ്രൻ. ഇവർക്ക് വേദമന്ത്രങ്ങളും ശാന്തി മന്ത്രങ്ങളും സംസ്കൃത ശ്ലോകങ്ങളും അറിയാം. നന്നായി ചൊല്ലും. They know the Veda mantras, Shanti mantras and the shlokas in Sanskrit. They recite it very well. When gold is kept along with other metals, the other metals too shine bright. Just like the touch of Ganga river purifies everything. സ്വർണം തൊട്ടടുത്തിരിക്കുമ്പോൾ ഏത് ലോകവും തിളങ്ങും. ഗംഗാസ്പർശം ഏതിനെയും പവിത്രമാക്കും പോലെ.